Hi students, welcome to Competitive Cracker. എൻ്റെ പേര് അർജുൻ. നമ്മൾ ഇന്ന് വന്നിട്ടുള്ള നെറ്റ് കൊമേഴ്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ്. അതായത് കഴിഞ്ഞ ഒരു 2-3 കൊല്ലത്തിനുള്ളിൽ നെറ്റ് കൊമേഴ്സ് എക്സാമിന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ഇന്ത്യൻ മണി മാർക്കറ്റ്? താഴെ പറയുന്നതിൽ ഏതാണ് ഇന്ത്യൻ മണി മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് എന്നുള്ളതാണ് ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ ആണ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി, NBFCs. നമുക്കറിയാം NBFCs എന്താണെന്ന് അറിയാം. ആർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ഓർഗനൈസ്ഡ് കമ്പോണൻസ് ഓഫ് മണി മാർക്കറ്റ്. മണി മാർക്കറ്റിന്റെ ഓർഗനൈസ്ഡ് കമ്പോണന്റ് ആണ് NBFCs എന്നാണ് പറയുന്നത്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഇതിലാണ് മണി മാർക്കറ്റിൽ NBFCs വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ എ തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അതുകൊണ്ട് തന്നെ ബാക്കി ഓപ്ഷൻസ് ഒന്നും നോക്കിയില്ലെങ്കിൽ തന്നെ ഇത് തെറ്റായതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതാണ് ഉത്തരം എന്ന് പറയാം. നേരെ മറിച്ച് നമുക്ക് മറ്റുള്ള കൂടി നോക്കാം. മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് ആർ അലൗഡ് ടു സെൽ യൂണിറ്റ് ഓഫ് കോർപ്പറേറ്റ് ആൻഡ് ഇൻഡിവിജ്വൽസ്. ശരിയാണ്. എ വെൽ ഡെവലപ്ഡ് മണി മാർക്കറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ എ മോഡേൺ എക്കണോമി. തീർച്ചയായിട്ടും ശരിയാണ്. പിന്നെ ഇൻ ദ ഇന്ത്യൻ മണി മാർക്കറ്റ് ദ പ്രിഡോമിനന്റ് പ്ലേസ് ഈസ് എൻജോയ്ഡ് ബൈ ഗവൺമെന്റ് ആൻഡ് സെമി ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. ശരിയാണ്. ഗവൺമെന്റ് സെമി ഗവൺമെന്റ് സെക്യൂരിറ്റീസിനാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. സോ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. പെനട്രേഷൻ പ്രൈസിംഗ് സ്ട്രാറ്റജി ഡെലിവേഴ്സ് റിസൾട്ട്സ്. പെനട്രേഷൻ പ്രൈസിംഗ് സ്ട്രാറ്റജിയെ പറ്റി നമ്മൾ പ്രൈസിംഗ് സ്ട്രാറ്റജിയുടെ കാര്യങ്ങൾ പഠിച്ചാണ്. എന്താണ് പെനട്രേഷൻ പ്രൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു പ്രൊഡക്റ്റ് ആദ്യമായിട്ട് മാർക്കറ്റിൽ ഇറക്കുന്ന സമയത്ത് ഇനീഷ്യൽ സ്റ്റേജിൽ പ്രൈസ് വളരെ കുറച്ച് വെക്കുകയും പിന്നീട് കസ്റ്റമേഴ്സിനെ ഗെയിൻ ചെയ്തതിന് ശേഷം പ്രൈസ് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു രീതിയാണ്. സോ ഇനീഷ്യലി ലോ പ്രൈസ് ഫിക്സ് ചെയ്യുന്ന രീതിയാണ്. ഇത് എവിടെയാണ്, ഈ പറഞ്ഞ ഏതൊക്കെ കണ്ടീഷനിലാണ് അത് റിസൾട്ട് കൊടുക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. നോക്കാം. വെൻ പ്രൈസ് ക്വാളിറ്റി അസോസിയേഷൻ ഈസ് വീക്ക്, പ്രൈസ് ക്വാളിറ്റി അസോസിയേഷൻ വീക്ക് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അതിനെ സ്വാധീനിക്കും. വെൻ ദ പ്രൊഡക്റ്റ് ഈസ് പെർസീവ്ഡ് ആസ് എ ഹൈ ടെക്നോളജിക്കൽ പ്രൊഡക്റ്റ്, ഹൈ ടെക്നോളജിക്കൽ പ്രൊഡക്റ്റ് ആണെന്ന് വെക്കുക. അപ്പോൾ നമ്മൾ പ്രൈസ് എത്ര താത്തി വെച്ചാലും ചിലപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് വിറ്റ് പോകണമെന്നില്ല. ഇപ്പോൾ ഐഫോൺ ഉണ്ട്, അതിന് ഹൈ ടെക്നോളജി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഗാഡ്ജറ്റ് ആണ്. അപ്പോൾ അതിനോട് മത്സരിക്കുന്ന സമയത്ത് നമ്മൾ പെനട്രേഷൻ പ്രൈസിങ് വെച്ചിട്ടുള്ള ഒരു മൊബൈല് വളരെ പ്രൈസ് കുറച്ച് ആ ഒരു ടെക്നോളജി ഉണ്ട് എന്ന് പറഞ്ഞ് കൊടുത്താലും ആളുകൾ വാങ്ങണമെന്നില്ല. അത് ടെക്നോളജിക്കൽ പ്രൊഡക്റ്റിനെ സ്വാധീനിക്കില്ല. സോ ഇതിൽ ACD, അതായത് പ്രൈസ് ക്വാളിറ്റി അസോസിയേഷൻ ഉണ്ടെങ്കിൽ പെനട്രേഷൻ പ്രൈസിങ് സക്സസ്ഫുൾ ആവും. വെൻ ദ മാർക്കറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഇന്റൻസീവ് കോമ്പറ്റീഷൻ, നല്ല കോമ്പറ്റീഷൻ ഉള്ള ഒരു മാർക്കറ്റ് ആണെങ്കിൽ നമ്മൾ പ്രൈസ് താത്തി വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും. വെൻ ദ ഫേം യൂസ് ഇറ്റ് ഈസ് ആസ് എ എൻട്രി സ്ട്രാറ്റജി, ഒരു എൻട്രി സ്ട്രാറ്റജി ആയിട്ട് പ്രൈസ് കുറച്ച് വെച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് സക്സസ്ഫുൾ ആവും പെനട്രേഷൻ പ്രൈസിങ്. പക്ഷേ ഹൈ ടെക്നോളജിക്കൽ പ്രൊഡക്റ്റിന്റെ അടുത്ത് വരുന്ന സമയത്ത് ഇങ്ങനെ പ്രൈസ് കുറച്ച് വെച്ചുകൊണ്ട് നമുക്ക് സക്സസ് ആവാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അവിടെ വേറെ പ്രൈസിങ് സ്ട്രാറ്റജി ആവും നമ്മൾ യൂസ് ചെയ്യേണ്ടി വരിക. ഈ സ്കിമ്മിങ് പോലെയുള്ള പ്രൈസിങ് സ്ട്രാറ്റജീസ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. സോ ACD മാത്രമാണ് ശരിയായിട്ടുള്ളത്. ബി ശരിയായിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ല. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി രണ്ട് സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്, വായിച്ചു നോക്കാം. ഓൺലി ലോ പ്രൈസ് പ്രൊഡക്റ്റ് വിൽ സെൽ ഇൻ റൂറൽ ഇന്ത്യ. ഇത് ഒരു തെറ്റായിട്ടുള്ള നമ്മുടെ ഒരു ധാരണയാണ്. അതായത് ലോ പ്രൈസ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രമേ റൂറൽ ഇന്ത്യയിൽ വിറ്റുപോകൂ എന്നത്. റൂറൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഗ്രാമീണ മേഖലയിൽ പ്രൈസ് കുറഞ്ഞ പ്രൊഡക്റ്റുകൾ മാത്രമേ ഓൺലി ലോ പ്രൈസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ലോ പ്രൈസ് പ്രൊഡക്റ്റുകൾ അവർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും അല്ലാത്ത പ്രൊഡക്റ്റുകളും വാങ്ങുന്നവർ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഓൺലി എന്നുള്ളൊരു വേർഡ് നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. സോ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് നോട്ട് കറക്റ്റ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, റൂറൽ കൺസ്യൂമേഴ്സ് ആർ ഹോമോജീനിയസ് ഡോട്ട്. ഗ്രാമീണ മേഖലയിലുള്ള എല്ലാവരും ഒരേ രീതിയിൽ ചിന്തിക്കുന്നവരാണ്, ഹോമോജീനിയസ് ആണ്, ഒരേപോലെയുള്ള സെഗ്മെന്റ് ആണ്, ഒരേ മാർക്കറ്റ് ആണ്, എല്ലാവരും ഒരേപോലെ സാധനങ്ങൾ ഉപയോഗിക്കുന്നവരാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ്, അതും തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. സോ രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അതുകൊണ്ട് ഓപ്ഷൻ ബി, ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ഇൻകറക്റ്റ് എന്നുള്ള ഓപ്ഷനാണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 2 ലിസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്, നമുക്ക് അതിനെ യോജിപ്പിക്കാനാണ്. ഇവിടെ കുറച്ച് ബുക്കുകൾ കൊടുത്തിട്ടുണ്ട്, ഇവിടെ കുറച്ച് ഓതേഴ്സ് കൊടുത്തിട്ടുണ്ട്. അവരെ കമ്പൈൻ ചെയ്യാനാണ് പറയുക. ഇപ്പോൾ വെൽത്ത് ഓഫ് നേഷൻസ് വളരെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ്. ആരാണ് എഴുതിയിട്ടുള്ളത്? നമ്മുടെ ആഡം സ്മിത്ത് ആണ് അത് എഴുതിയിട്ടുള്ളത്. വെൽത്ത് ഓഫ് നേഷൻ, എക്കണോമിക്സിലെ പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് വെൽത്ത് ഓഫ് നേഷൻസ്. സോ ആഡം സ്മിത്ത് ആണ് അതിന്റെ ശരിയായിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് ഡാസ് ക്യാപിറ്റൽ. എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഡാസ് ക്യാപിറ്റൽ ആരാണ്? കാർൽ മാർക്സ് ആണ് അത്
എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുന്നത് ഇത് ഈ രണ്ടെണ്ണം നോക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടും. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അതുപോലെ തന്നെ ബി പ്രിൻസിപ്പൾസ് ഓഫ് പൊളിറ്റിക്കൽ എക്കണോമി ആൻഡ് ടാക്സേഷൻ എന്നുള്ള ബുക്ക് എഴുതിയിട്ടുള്ളത് നമ്മുടെ ഡേവിഡ് റിക്കാർഡോ ആണ്. ഡേവിഡ് റിക്കാർഡോ. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് പോപ്പുലേഷൻ 1798 എഴുതിയിട്ടുള്ള ബുക്ക് എഴുതിയിട്ടുള്ളത് തോമസ് മുൾട്ടസ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കോമ്പിനേഷനിൽ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഈ ആൾക്കാരുടെ പേരും ബുക്കുകളിൽ വരും. പ്രധാനമായിട്ട് ഇതും എപ്പോഴും ആവർത്തിച്ച് ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങളാണ്, വെൽത്ത് ഓഫ് നേഷൻസും ദാസ് ക്യാപിറ്റലും. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. 5ാമത്തെ ചോദ്യം. ഇവിടെ കുറച്ച് സെക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താണ് കൊടുക്കുന്നത്? അതിൻ്റെ ആ സെക്ഷൻ പ്രകാരം ഉള്ള എന്താണ് അതിലുള്ള ബെനിഫിറ്റ് എന്നുള്ള കാര്യം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇതിനെ യോജിപ്പിക്കാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? സെക്ഷൻ 253AA. ഇതാണ് അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. എന്താണ്? ഈ സെക്ഷൻ 35 സബ്സെക്ഷൻ 2AA വരുന്നത് എന്താണ്? പേയ്മെന്റ് മെയ്ഡ് ടു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ടെക്നോളജി ഫോർ സയന്റിഫിക് റിസർച്ച് എന്നുള്ള കാര്യമാണ്. അതായത് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഡിഡക്ഷൻ കിട്ടും. നമ്മുടെ ഇൻകം ടാക്സ് ആക്ടിൽ ഈ സെക്ഷൻസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ആ സെക്ഷൻ പ്രകാരം നമുക്ക് എന്താണ് ഈ റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ട് പൈസ കൊടുക്കുകയാണെങ്കിൽ ആ പൈസയ്ക്ക് നമുക്ക് ടാക്സ് ഡിഡക്ഷൻ ഉണ്ടാവും, ടാക്സ് എക്സംഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ബി ആണെങ്കിൽ സെക്ഷൻ 35(1) സബ്സെക്ഷൻ 2A വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ പേയ്മെന്റ് മെയ്ഡ് ടു കമ്പനി ടു ബി യൂസ് ഫോർ സയന്റിഫിക് റിസർച്ച്. ഇതെല്ലാം സയന്റിഫിക് റിസർച്ചുമായി ബന്ധപ്പെട്ടാണ്. 35 പറയുന്നത് അത് തന്നെയാണ്. അതിലെ സബ്സെക്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി സെക്ഷൻ 351 സബ്സെക്ഷൻ 3 പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സയന്റിഫിക് പേയ്മെന്റ് മെയ്ഡ് ടു സർട്ടൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ റിസർച്ച് ഇൻ സോഷ്യൽ സയൻസ്. ഇത് അതുപോലെ സെക്ഷൻ 311(2) പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പേയ്മെന്റ് മെയ്ഡ് ടു സർട്ടൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ റിസർച്ച്. ഈ സെക്ഷൻ 35 വരുന്ന ഈ എല്ലാ സബ്സെക്ഷൻസും അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടാണ് 80Cയിലുള്ള നമുക്കുള്ള എക്സംഷൻസ്, അതുപോലെ അഗ്രികൾച്ചർ ഇൻകമുമായി ബന്ധപ്പെട്ട സെക്ഷൻസ്, അതുപോലെ അങ്ങനെയുള്ള ഇൻകം ടാക്സിലെ പ്രധാനമായി പഠിക്കേണ്ട ചില സെക്ഷൻസ് ഉണ്ട്. അതിൽ ഉൾപ്പെട്ടതാണ് ഈ പറയുന്ന സെക്ഷൻ 35 വരുന്ന പ്രധാനപ്പെട്ട സെക്ഷൻസ്. സോ ഇവിടുത്തെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. നമുക്ക് എന്തായാലും ഇൻകം ടാക്സിന്റെ ക്ലാസ്സുകൾ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. 6ാമത്തെ ചോദ്യം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ വേൾഡ് ബാങ്ക് ഗ്രൂപ്പ്? അതാണ് പറയുന്നത് 5 ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ വേൾഡ് ബാങ്ക് ഗ്രൂപ്പിൽ ഉൾപ്പെട്ട ആരൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ആരൊക്കെയാണ് വേൾഡ് ബാങ്കിൽ. IFC വേൾഡ് ബാങ്ക് ഗ്രൂപ്പിലുള്ള 5 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഉള്ളത്. IFC ഉണ്ട്. IMF നമ്മുടെ വേൾഡ് ബാങ്ക് ഗ്രൂപ്പിൽ ഉൾപ്പെട്ടതല്ല. IMF ഒരു ഇൻഡിവിജ്വൽ സ്ഥാപനമാണ്, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. അതുപോലെ തന്നെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനും അതിൽ ഉൾപ്പെട്ടതല്ല. പിന്നെന്താണ്? മിഗ നമ്മൾ കേട്ടിട്ടുണ്ട്, മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെന്റ് ഗ്യാരണ്ടി ഏജൻസി. അതുപോലെ തന്നെ ഇന്റർനാഷണൽ IDA-യും നമ്മുടെ വേൾഡ് ബാങ്കിൽ ഉൾപ്പെട്ടാണ്. ഇനി പിന്നെ IBRT വരുന്നുണ്ട്. അങ്ങനെ 5 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് വേൾഡ് ബാങ്കിന്റെ വിങ്ങുകളായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 2 നമുക്കില്ല. ബാക്കിയുള്ള 3 ADE ആണ് ശരിയായിട്ടുള്ള ഉത്തരം വേൾഡ് ബാങ്ക് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ADE വരുന്നത് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. ഇനി അടുത്ത ചോദ്യം, 7ാമത്തെ ചോദ്യം നോക്കാം. അറേഞ്ച് ദ ഫോളോയിങ് സ്റ്റേജസ് ഓഫ് ഫോർമേഷൻ ഓഫ് കമ്പനീസ് ഇൻ എ പ്രോപ്പർ സീക്വൻസ്. ഫോർമേഷൻ ഓഫ് കമ്പനി അതിനെ പ്രോപ്പർ സീക്വൻസ് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. പ്രൊമോഷൻ സ്റ്റേജ്, റൈസിംഗ് ഓഫ് ഷെയർ ക്യാപിറ്റൽ സ്റ്റേജ്, ഇൻകോർപ്പറേഷൻ സ്റ്റേജ്, കമൻസ്മെന്റ് സ്റ്റേജ്, സെലക്ഷൻ ഓഫ് നെയിം. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണോ ഓർഡർ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആദ്യം എന്താണ് നടക്കുക? ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അതിന് മുന്നേ നടക്കുന്ന വർക്കിനെയാണ് നമ്മൾ പ്രൊമോഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രൊമോഷൻ സ്റ്റേജ്. സോ പ്രൊമോഷൻ സ്റ്റേജ് ആണ് ഇവിടുത്തെ ആദ്യത്തെ ഓപ്ഷൻ. അപ്പോൾ അത് വരുന്നത് സി ആണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നോക്കാം. പ്രൊമോഷൻ സ്റ്റേജ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു പേര് തീരുമാനിക്കും, കമ്പനിക്ക് പേര് തീരുമാനിക്കും. കമ്പനിക്ക് പേര് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യും. ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന സമയത്താണ് കമ്പനി എന്ത് ചെയ്യുന്നത്? ലീഗലി എന്താണ് നിലവിൽ വരുന്നത്? ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു. ഇനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നേരെ എന്ത് ചെയ്യും? ഷെയർ ക്യാപിറ്റൽ റൈസ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇനീഷ്യൽ പബ്ലിക് ഓഫർ ഇനീഷ്യൽ ഇഷ്യൂ ചെയ്യും. അതിൽ നിന്ന് പബ്ലിക്കിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ഷെയർ വഴി പൈസ കളക്ട് ചെയ്യും. അതാണ് ബി. പിന്നെ അതിന് ശേഷമാണ്, പൈസ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡേ ടു ഡേ ബിസിനസിന്റെ വർക്ക്, കമൻസ്മെന്റ് ഓഫ് ബിസിനസ് എന്നുള്ള സ്റ്റേജ് നടക്കുക. ഓക്കെ, അതാണ് ഡി. അപ്പോൾ ഓപ്ഷൻ വരിക ഓപ്ഷൻ സി, AECBD എന്നുള്ള രീതിയിലാണ് ഒരു ബിസിനസിന്റെ
ഫോർമേഷനും അതിൻ്റെ സ്റ്റേജസും വരുന്നത്. ഓക്കെ, ഈ ഈ പ്രൊമോഷൻ സ്റ്റേജിൽ കമ്പനി തുടങ്ങാൻ നമ്മളെ സഹായിക്കുന്ന ആളുടെ പേരാണ് പ്രൊമോട്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കമ്പനി അടച്ചുപൂട്ടുന്ന സമയത്ത്, വൈൻഡിങ് അപ്പിന്റെ സമയത്ത് നമ്മളെ അടച്ചുപൂട്ടാനുള്ള പ്രോസസ്സിൽ നമ്മളെ സഹായിക്കുന്ന എക്സ്റ്റേണൽ ആളെ പറയുന്ന പേരാണ് ലിക്വിഡേറ്റർ. അപ്പോൾ പ്രൊമോട്ടറിൽ തുടങ്ങി ലിക്വിഡേറ്ററിൽ അവസാനിക്കുന്ന ഒരു സീക്വൻസ് ആണ് ഒരു കമ്പനിക്കുള്ളത്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. എട്ടാമത്തെ, ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഹാവ് ദ ഫോളോയിങ് ഡിസ്റ്റിങ്ക്ട് ഫീച്ചേഴ്സ്. നമ്മുടെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് നമുക്കറിയാം. ഫയറുള്ള പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ട്, അതുപോലെ സയന്റിഫിക് മാനേജ്മെന്റ് ടൈലറിന്റെ പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ട്. ഈ പ്രിൻസിപ്പിൾസിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കാം. പ്രിൻസിപ്പിൾ ഫ്ലെക്സിബിൾ ആണ്. യെസ്, യൂണിവേഴ്സൽ അപ്ലിക്കണം, എവിടെ വേണമെങ്കിലും എല്ലാ ബിസിനസ്സിലും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പ്രിൻസിപ്പിൾസ് ആർ റിലേറ്റീവ് നോട്ട് ആബ്സല്യൂട്ട്. റിലേറ്റീവ് ആണ്, ശരിയാണ്. ബേസ്ഡ് ഓൺ സിറ്റുവേഷനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രിൻസിപ്പിൾസിനെ മാറ്റിയും മറിച്ചും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. സോ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയാണ്. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. 9ാമത്തെ ചോദ്യം. ഇഫ് അസസി ഈസ് എൻഗേജ്ഡ് ഇൻ ദ ബിസിനസ് ഓഫ് ഗ്രോയിങ് ആൻഡ് മാനുഫാക്ചറിങ് ടീ ഇൻ ഇന്ത്യ ആൻഡ് നോൺ അഗ്രികൾച്ചർ ഇൻകം ഇൻ ദാറ്റ് കേസ് ഈസ്. നോക്കാം, ഒരു അഗ്രികൾച്ചർ ടീ എസ്റ്റേറ്റ് നടത്തുന്ന ഒരാൾ, അയാൾക്ക് അഗ്രികൾച്ചർ ഉണ്ടാകുന്നുണ്ട്, ആ ടീയിൽ നിന്ന് അയാൾ ബിസിനസ് ചെയ്യുന്നുണ്ട്. എന്താണ്, ടീ പൊടിയായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ രണ്ട് തരത്തിലുള്ള വരുമാനം അയാൾക്ക് വരുന്നുണ്ട്. അഗ്രികൾച്ചർ ഇൻകം വരുന്നുണ്ട്, ബിസിനസ് ഇൻകം വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അയാൾക്ക് കിട്ടുന്ന മൊത്തം വരുമാനത്തിന്റെ 60% അഗ്രികൾച്ചർ ഇൻകം ആയിട്ട് എടുക്കാനും ബാക്കി 40% ബിസിനസ് ഇൻകം ആയിട്ട് എടുത്തിട്ട് ആ 40% മാത്രം ടാക്സ് അടക്കേണ്ടതായിട്ട് അയാൾക്ക് വരുന്നുള്ളൂ. അതുകൊണ്ട് ഇവിടെ 40% ഇൻകം മസ്റ്റ് ബി സച്ച് ബിസിനസ്സിന് മാത്രമേ ടാക്സ് അടക്കേണ്ടതായിട്ട് വരുള്ളൂ. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 60% എക്സംപ്റ്റഡ് ആണ്. ഇനി 10ാമത്തെ ചോദ്യം. ദ ബേസിക് മെത്തേഡ് ഓഫ് വാല്യൂയിങ് ഹ്യൂമൻ അസറ്റ്. ഹ്യൂമൻ അസറ്റിനെ വാല്യൂ ചെയ്യുന്നത്, നമുക്ക് സാധാരണ അസറ്റുകളെ വാല്യൂ ചെയ്യാനായിട്ട് നമുക്ക് മാർഗങ്ങളുണ്ട്. വാല്യുവേഷൻ വഴി നമുക്ക് അസറ്റുകളെ വാല്യൂ ചെയ്യാം. ഹ്യൂമൻ അസറ്റിനെ വാല്യൂ ചെയ്യുന്നത് മറ്റൊരു രീതിയിലാണ്. അങ്ങനെ ഹ്യൂമൻ അസറ്റിനെ ബിസിനസിന്റെ അകത്തുള്ള എംപ്ലോയീസ്, സ്റ്റാഫ്, അവരുടെ കഴിവിനനുസരിച്ച് അവരെ വാല്യൂ നിർണ്ണയിക്കുന്നതിനെ പറയുന്ന പേരാണ് അമോർട്ടൈസേഷൻ. അമോർട്ടൈസേഷൻ എന്നുള്ളതാണ് അതിന്റെ പേര്. ഓർത്ത് വയ്ക്കുക, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം. 11ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് റൂൾസ് സ്റ്റാൻഡ് ട്രൂ വൈൽ പ്രിപ്പയറിംഗ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചിങ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് റൂളാണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കുക, ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ്, ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. അത് ശരിയാണ്. കറണ്ട് അസറ്റിൽ കൂടുന്ന സമയത്ത് വർക്കിംഗ് ക്യാപിറ്റലും അതേ തോതിൽ കൂടും. ഇനി ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ്, ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, അത് തെറ്റാണ്. ഇൻക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി, ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, അത് ശരിയാണ്. എന്താണ്, കറണ്ട് ലയബിലിറ്റി കൂടുമ്പോൾ എന്തുണ്ടാവും, നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ കുറയും. നേരെ തിരിച്ചും അതാണ്. അത് എന്താണ്, ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ്, ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, ഡിക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി, ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ അത് എന്താണ്, വൈസ് വേഴ്സയാണ്, ഇൻവേഴ്സ് ആണ്. സോ ഓപ്ഷൻ വരിക എയും സി ആണ്. എയും സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ എ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം 12. അറേഞ്ച് ദ ഫോളോയിങ് സ്റ്റേജ് ഓഫ് പ്രോസസിംഗ് ഓഫ് ഡാറ്റ ഇൻ എ കറക്റ്റ് സീക്വൻസ്. നമുക്കൊരു ഡാറ്റ പ്രോസസ് ചെയ്യാനായിട്ട്, റിസർച്ചുമായി ബന്ധപ്പെട്ട് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റേനെ നമ്മൾ പ്രോസസ് ചെയ്യണം. ആ ഡാറ്റ പ്രോസസ് ചെയ്യുന്ന സ്റ്റേജുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. നമുക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റയെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്തതിന് ശേഷം എഡിറ്റ് ചെയ്ത് വെച്ച ഡാറ്റകളെ നമ്മൾ നമ്പറാക്കി തിരിക്കണം. അതിനൊക്കെ നമ്മൾ കോഡിംഗ് എന്ന് പറയും. കോഡിംഗ് ആയിട്ട് തിരിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, അവയെ ബി കഴിഞ്ഞു, ഡി കഴിഞ്ഞു, പിന്നെന്താണ്, ബി കഴിഞ്ഞു, എ കഴിഞ്ഞു, പിന്നെന്താണ്, ക്ലാസിഫിക്കേഷൻ. അവരെ കോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യണം, ക്ലാസിഫൈ ചെയ്യണം, തരംതിരിക്കണം. അവരുടെ ഡാറ്റയുടെ പ്രത്യേകത അനുസരിച്ച്, അതിന്റെ സിമിലാരിറ്റി അനുസരിച്ച് അതിനെ ക്ലാസിഫൈ ചെയ്യണം. ക്ലാസിഫൈ ചെയ്തതിന് ശേഷം ടാബുലേഷൻ. നമ്മൾ ആ ഡാറ്റ, ക്ലാസിഫൈ ചെയ്ത ഡാറ്റയെ, ഇപ്പോൾ ഒരു ഡാറ്റ അത് ചിലപ്പോൾ ഒരു ബിസിനസ്സിനെ പറ്റിയുള്ള മാത്രമായി, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിനെ പറ്റി മാത്രമായിരിക്കും. ആ ഡാറ്റയെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാണ്, ടേബിൾസ് വഴി ടേബിളായിട്ട് റെപ്രസെന്റ് ചെയ്യാണ്. അതിനാണ് ടാബുലേഷൻ എന്ന് പറയുന്നത്. ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ എന്ത് പറയും, ഗ്രാഫ്സ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഇവിടെ ടേബിൾ ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിനെ പെർസെൻറ്റേജ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഓർഡർ വരിക ഓപ്ഷൻ ഡി ആണ്, BADCE. ഓക്കെ, ഇനി അടുത്ത ചോദ്യം 13ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വാലിഡ് ബേസിസ് ഫോർ മാർക്കറ്റ് സെഗ്മെന്റേഷൻ. താഴെ പറയുന്നതിൽ ഏതാണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ? മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിനെ ചെറിയ ചെറിയ വിഭാഗങ്ങളാക്കി
ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് പറയുക. അത് എന്ത് കസ്റ്റമേഴ്സിന്റെ സ്വഭാവത്തിനനുസരിച്ച് അങ്ങനെ സെഗ്മെന്റ് ചെയ്യും. കോമ്പറ്റീഷൻ റിലേറ്റഡ് സെഗ്മെന്റേഷൻ ഉണ്ട്, പ്രൊഡക്റ്റിനെ റിലേറ്റ് ചെയ്ത് സെഗ്മെന്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ടെക്നോളജി ഓറിയന്റഡ് ആയിട്ടുള്ള സെഗ്മെന്റേഷൻ അവിടെ ഇല്ല. സോ അത് തെറ്റായിട്ടുള്ള ഉത്തരമാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ്. ഇനി 14ാമത്തെ ചോദ്യം, ദ വാല്യൂ ഓഫ് ദ ഫേം ഇൻ വെൽത്ത് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഈസ് മെഷർഡ് ബൈ. ഒരു ഫേമിന്റെ വെൽത്ത് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് മെഷർ ചെയ്യുന്നത് എന്ത് വെച്ചുകൊണ്ടാണെന്നുള്ളതാണ്. പ്രസന്റ് വാല്യൂ ഓഫ് ഓൾ എക്സ്പെക്ടഡ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ, പ്രസന്റ് വാല്യൂ ഓഫ് ഓൾ എക്സ്പെക്ടഡ് ഫ്യൂച്ചർ പ്രോഫിറ്റ്. അതാണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം. അതാണ് ഭാവിയിൽ വരാൻ പോകുന്ന ഫ്യൂച്ചർ പ്രോഫിറ്റുകൾ എത്രയാണെന്നുള്ളതിന്റെ പ്രസന്റ് വാല്യൂ വെച്ചുകൊണ്ടുള്ള വാല്യുവേഷൻ, ഭാവിയിൽ എത്ര പ്രോഫിറ്റ് വരുന്നുള്ളത് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഫേമിന്റെ വെൽത്ത് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ്സ് മെഷർ ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, നമുക്ക് 2 ലിസ്റ്റാണ് തന്നിട്ടുള്ളത്, അതിനെ യോജിപ്പിക്കാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്കാം, ഡേവിഡ് റിക്കാർഡോ തന്നിട്ടുണ്ട്. ഡേവിഡ് റിക്കാർഡോ നമുക്കറിയാം എന്താണ്, തിയറി ഓഫ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. മൈക്കിൾ പോർട്ടറിന്റെ 5 ഫോഴ്സസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആഡം സ്മിത്ത് ആണെങ്കിൽ ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ആണ്, തിയറി ഓഫ് ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജ്. അതുപോലെ തന്നെ ഹെക്സിംഗ് ഹോളിനാണെങ്കിൽ ഫാക്ടർ എൻഡോൺസ് തിയറി ആണ്. ഓപ്ഷൻ ബി ആണ് അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം നെറ്റ് എക്സാം ഉടനെ വരാൻ പോകാവുന്ന ദിവസങ്ങൾ ഇനിയില്ല, 30 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എക്സാമിന് വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ, നെറ്റ് എക്സാം കൊമേഴ്സിന് വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 30 ദിവസം കൊണ്ട് നിങ്ങൾക്ക് നെറ്റ് ക്ലിയർ ചെയ്യാനായിട്ട് ലൈവ് ക്ലാസ്സുകൾ, നിങ്ങൾക്ക് സിലബസ് ബേസ് ചെയ്തുകൊണ്ടുള്ള ലൈവ് ക്ലാസ്സുകൾ ഈ 30 ദിവസത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതുപോലെ PDF നോട്ട്സ്, അതുപോലെ തന്നെ റെഗുലർ ആയിട്ടുള്ള എക്സാംസ്, അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്, അതുപോലെ നിങ്ങൾക്ക് എന്താണ് വീഡിയോസ്, ഓൾറെഡി റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോസ്, സിലബസിനെ ബേസിലുള്ള റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോസ്, ഇതെല്ലാം വെച്ചുകൊണ്ട് ഈ നെറ്റ് ക്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കാനായിട്ട് നമ്മളെ ഈ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഈ മുകളിൽ കാണുന്ന നമ്പർ 9778826292 എന്നുള്ള നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കോഴ്സിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാനില്ല, ഉടനെ തന്നെ നമ്മുടെ കോഴ്സുകളിൽ ജോയിൻ ചെയ്യുക. നെറ്റ് എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് ഇത്തവണ എന്തായാലും ക്ലിയർ ചെയ്തിരിക്കണം. അങ്ങനെ ഒരു ലക്ഷ്യത്തോടു കൂടി പഠിച്ചു തുടങ്ങാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി നമുക്ക് കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.